പശ്ചിമേഷ്യയിലെ സംഘർഷം 4ാം ദിനത്തിലും ശക്തമായി തുടരുകയാണ്. ഇറാന് നേരെയുള്ള ഇസ്രയേൽ കടന്നാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 780 കടന്നു. ഇറാന് പുറമെ ലെബനനിലും ഇന്ന് ആക്രമണങ്ങൾ ഉണ്ടായി. ലെബനനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു. ലെബനനിൽ ഏകദേശം 30,000-ഓളം പേർ ഷെൽട്ടറുകളിലേക്ക് മാറിയിട്ടുണ്ട്. പ്രദേശത്ത് നിന്ന് ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുന്നു. ധാരാളം പേർ പലായനം ചെയ്യുന്നു. റിയാദിലെ എംബസിയിൽ അടക്കം ഇന്ന് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി പ്രത്യാക്രമണം ശക്തമാക്കുകയാണ് ഇറാനെതിരായ സൈനിക നടപടി 4 ആഴ്ചയോളം നീണ്ടു നിൽക്കുമെന്നാണ് ട്രംപ് ഇന്ന് അവകാശപ്പെട്ടത്. ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ മേഖലയിലേക്കും ഇറാൻ ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട്. അതേസമയം അമേരിക്കയെയും ഗൾഫ് രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുകയും ചെയ്തു. ഇത് ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് പുറമെ LPG, LNG തുടങ്ങിയ വാതകങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. കൂടാതെ ചരക്കുകൂലിയിലെ വർധനവ്, ഇൻഷുറൻസ് പ്രശ്നങ്ങൾ, ഗതാഗത സമയം വർദ്ധിക്കുന്നത് എന്നിവ വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇതിനിടെ സംഘർഷത്തിൽ അമേരിക്കയെ ചൊടിപ്പിക്കാതെ നിലപാടെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും വിമർശനം ശക്തമാണ്. നരേന്ദ്രമോദി ട്രംപിന്റെ കളിപ്പാവയാണെന്നാണ് ഉയർന്ന പ്രധാന വിമർശനം. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷം ലോക വിപണിയെ തകർത്തെറിയുന്നത് എങ്ങനെ? സംഘർഷം ഇന്ത്യയെ എങ്ങനെയെല്ലാം ബാധിക്കും? ആദ്യം കാണാം RD എക്സ്ട്രാ. 4ാം ദിനവും സംഘർഷഭരിതമാണ് പശ്ചിമേഷ്യ. ഇറാനെ ലക്ഷ്യമിട്ട് US-ഉം ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന കടന്നുകയറ്റം മാറ്റമില്ലാതെ തുടരുകയാണ്. ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി ഇറാനും US-ഉം ഇസ്രയേലും ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും നയതന്ത്ര കാര്യാലയങ്ങളും ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ലോക എണ്ണ വ്യാപാരത്തിന്റെ നെടുന്തൂണായ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ പശ്ചിമേഷ്യയിലാകെ പ്രതിസന്ധി രൂക്ഷമായി. ആഗോള ചരക്ക് നീക്കത്തെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് ഇറാന്റെ പുതിയ നീക്കം. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചെന്ന് IRGC ഇന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. വിലക്ക് ലംഘിച്ച് സഞ്ചരിക്കുന്ന കപ്പലുകൾ കത്തിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. മേഖലയിൽ നിന്നും എണ്ണ കൊണ്ടുപോകാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്നും ഇറാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതേസമയം ഖത്തർ എനർജി താൽക്കാലികമായി നിർത്തിയതും സൗദിയിലെ റിഫൈനറികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും വിപണിയെ ആകെ അസ്ഥിരപ്പെടുത്തുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയും ചരക്കു നീക്കം തടസ്സപ്പെടുകയും ചെയ്തതോടെ ഇന്ത്യയും സമ്മർദ്ദത്തിലാണ്. പെട്രോളിയം, ഡീസൽ, മറ്റ് വാതകങ്ങൾ എന്നിവയുടേതെല്ലാം ഇറക്കുമതി തടയപ്പെടുന്നത് ഇന്ത്യയെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. RD എക്സ്ട്രാ, ന്യൂസ് മലയാളം. നാലാം ദിവസമാണ് സംഘർഷം. ശക്തമായ പ്രത്യാക്രമണങ്ങളിലൂടെ അമേരിക്കയെയും ഗൾഫ് മേഖലയെയും ഇറാൻ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. US വ്യോമതാവളങ്ങൾക്കും എംബസികൾക്കും നേരെയുള്ള ആക്രമണം ശക്തമായി തുടരുന്നുണ്ട്. റിയാദിലെ എംബസിയിൽ ഉണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ വലിയ അഗ്നിബാധയുണ്ടായി. കുവൈറ്റിലെയും ബഹ്റൈനിലെയും US വ്യോമതാവളം ഇറാൻ ആക്രമിച്ചു. കുവൈറ്റിലെയും സൗദിയിലെയും US എംബസികൾ അടച്ചു. ഡ്രോൺ ആക്രമണത്തിൽ UAE-യിലെ ഫുജൈറ തുറമുഖത്ത് തീപിടുത്തമുണ്ടായി. സുരക്ഷ കണക്കിലെടുത്ത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ വിടാൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇറാനിൽ മിനാബിലെ സ്കൂൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. UAE പ്രസിഡന്റുമായി സംസാരിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി UAE-യിൽ 3 പേർ കൊല്ലപ്പെട്ടെന്നും 68 പേർക്ക് പരിക്കേറ്റെന്നും UAE പ്രതിരോധ മന്ത്രാലയ വക്താവ്. അതേസമയം ഇറാൻ വജ്രായുധം പുറത്തെടുത്തിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ച് നിയന്ത്രിക്കുകയാണ് ഇറാൻ. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണ് ഹോർമുസ്. ലോകത്തെ മൊത്തം എണ്ണവാതക വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്ന പാതയാണ്. വീതി കുറവാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കാരിയറുകളെ ഉൾക്കൊള്ളാൻ സഹായിക്കുന്നു. സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈത്ത് തുടങ്ങിയ പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ വിദേശത്തേക്ക് എണ്ണ കയറ്റി അയക്കുന്നത് ഈ പാത വഴിയാണ്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 50% ഈ പാത വഴിയാണ്. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ഖത്തർ പ്രകൃതിവാതക ഉൽപ്പാദനം നിർത്തിവെച്ചു. കുവൈറ്റിലെ ചില റിഫൈനറികളും ഉൽപ്പാദനം നിർത്തിവെച്ചു. ആരാംകോയുടെ പ്ലാന്റുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുകയും ചെയ്തു. ഇന്ത്യ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് കൂടി നോക്കാം. ആഭ്യന്തര വിപണിയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കണമെന്ന് വിദഗ്ധരുടെ നിർദ്ദേശമുണ്ട്. പശ്ചിമേഷ്യയിൽ നിന്ന് വിതരണം തടസ്സപ്പെട്ടാൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാനും പദ്ധതിയുണ്ട്. സൂയസ് കനാൽ വഴിയുള്ള വിതരണ ശൃംഖലകൾ ഉപയോഗിച്ച് പ്രതിസന്ധി മറികടക്കാമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ 17 മുതൽ 18 ദിവസത്തെ ഉപഭോഗത്തിനുള്ള അസംസ്കൃത എണ്ണയുടെ കരുതൽ ശേഖരം ഇന്ത്യയിലുണ്ട്. പെട്രോളിയം, ഡീസൽ ഉൽപ്പന്നങ്ങൾ 20 ദിവസത്തോളം നിലനിൽക്കും. LPG-യുടെ കാര്യത്തിലാണ് ആശങ്ക. ഇറക്കുമതിയുടെ 90% ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം തുടരുന്നതിനിടെ ജനങ്ങളിലേക്ക് ഇറങ്ങി UAE നേതാക്കൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ നഹ്യാനും ദുബായ്
സായിദ് അൽ നഹ്യാനും ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ഇന്നലെ ദുബായ് മാളിലെത്തി. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഭരണ നേതൃത്വത്തിലും രാജ്യത്തെ സുരക്ഷാ സംവിധാനത്തിലും ജനങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുന്നതായിരുന്നു നീക്കം. ജനങ്ങളോട് സംസാരിക്കുകയും ആശങ്കകൾ ചോദിച്ചറിയുകയും ചെയ്യുന്ന നേതാക്കളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സനീഷ്, ഇതിപ്പോൾ യുദ്ധം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, പക്ഷേ സംഘർഷം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് സാഹചര്യം. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ കാര്യങ്ങൾ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ പതിവ് സഖ്യകക്ഷികളൊന്നും അമേരിക്കയോട് സാധാരണ ഒരാക്രമണ സാഹചര്യത്തിൽ പ്രതികരിക്കുന്ന മട്ടിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. പലർക്കും എതിർപ്പാണ്, തണുപ്പൻ പ്രതികരണമാണ്. എന്താണ് സനീഷിന് തോന്നുന്നത്? മൊത്തത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടായി വരുന്നു എന്നല്ലേ ഹർഷ നമ്മൾ കാണുന്നത്. അതായത് ഇതിപ്പം 10-12 രാജ്യങ്ങളിൽ ഈ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു, ആളുകൾക്ക് പേടിയുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ 160 കുട്ടികളുടെ സംസ്കാരം ഇന്നവിടെ നടന്നു. 160-ലേറെ കുട്ടികളുടെ സംസ്കാരം എന്ന് വെച്ചാൽ, ഞാനിത് ഇന്നലെയും പറഞ്ഞാണ്, ഇത് നമ്മൾ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഈ നമ്പർ ഇങ്ങനെ അങ്ങ് പറയുമ്പം മനസ്സിലാവില്ല അതിൻ്റെ വലുപ്പം. പക്ഷേ 160 കുട്ടികൾ കൊല്ലപ്പെടുക എന്ന് വെച്ചാൽ ഓരോരുത്തർ ആലോചിച്ച് നോക്കണം. ഓരോരോ കുഞ്ഞുങ്ങൾ, അവരുടെ രക്ഷിതാക്കൾ, അവരുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, അവരുടെ വീടുകൾ, അങ്ങനെ തുടക്കത്തിൽ തന്നെ കുട്ടികൾക്ക് മേൽ ബോംബിട്ടിട്ടാണ്. അത് ഇന്നലെയും ഞാനത് പറഞ്ഞു തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ അതിൻ്റെ സംസ്കാരത്തിൻ്റെ വിഷ്വലുകൾ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇതിപ്പോൾ ഹർഷ, നമ്മളിപ്പോൾ ഒരു തരക്കേടില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യത്തെ ആകപ്പാടെ ഈ നെതന്യാഹു എന്ന് പറയുന്ന സൈക്കോ വലിയ ബുദ്ധിമുട്ടിലാക്കി എന്നാണല്ലോ നമ്മൾ നേരത്തെ മുതൽ കാണുന്നത്. ട്രംപിനെ പോലെ ഒരു അങ്ങേയറ്റം ക്രൂരന്മാരും അതേസമയം മണ്ടത്തരവും മനുഷ്യത്വം ഇല്ലായ്മയും കൂടി ചേർന്ന ഈ മനുഷ്യർ ചേർന്നിട്ട് ഈ ലോകത്തെ ആകെ കുഴപ്പത്തിലാക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിപ്പോൾ യുദ്ധം എന്ന് വെച്ചാൽ ഇപ്പോൾ കാണുന്ന ഈ സംഘർഷ സാഹചര്യം നീണ്ടുപോകാനാണ് സാധ്യത എന്നാണ് ഞാനിപ്പോൾ അവിടെ വായിച്ചു നോക്കുമ്പോഴെല്ലാം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകരും അതേക്കുറിച്ചുള്ള ആളുകളെല്ലാം പറയുന്നത് അങ്ങനെയാണ്. ഇത് പെട്ടെന്ന് തീരാനുള്ള കാര്യം. ഇപ്പോൾ ഹോർമുസ് കടലെടുക്ക് അടച്ചു. ഇവർ ഇറാനാണെങ്കിൽ ശക്തമായിട്ട് തിരിച്ചടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അമേരിക്കക്കും ഇസ്രായേലിനും ഉള്ളത്രക്ക് ആയുധശേഷിയൊന്നും എന്തായാലും ഈ പറയുന്ന ഇറാനും സംവിധാനങ്ങൾക്കും ഇല്ല. പക്ഷേ എന്നാലും അവർ തിരിച്ചടിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇനി തുടരേണ്ടതായിട്ട് വരും. അപ്പോൾ ലോകമാകപ്പാടെ പ്രതിസന്ധിയിലേക്ക് കൂടുതൽ ദിവസങ്ങളിലേക്ക് പോകും. ഇപ്പോൾ ട്രംപ് പറഞ്ഞായിട്ട് കാണുന്നത് 4-5 ആഴ്ച ഇത് തുടർന്നേക്കും, 4-5 ആഴ്ച കൊണ്ട് തീരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. പിന്നെ ഒരുപക്ഷെ കുറെ കൂടെ നീണ്ടേക്കാമെന്ന്. എന്ന് വെച്ചാൽ എത്രത്തോളം നീളുമെന്ന് ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ലാതെയാണ് ഈ വലിയ ഈ പറയുന്ന യുദ്ധക്കാർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്, അവർ ഈ പരിപാടിയിലേക്ക് തുടങ്ങിയത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് പലരും പറയുന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് മുൻ US സെക്രട്ടറി ഓഫ് ലേബർ ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ പബ്ലിക് പോളിസി പ്രൊഫസർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം റോബർട്ട് റീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഗാർഡിയനിൽ എഴുതിയൊരു ലേഖനം അവസാനിക്കുന്നത് എങ്ങനെയാണ്: I was told repeatedly that this is a war without a plan, without a strategy and without any clear understanding of where it leads or how it ends എന്നാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം അവസാനിക്കുന്നത്. വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നി. അതായത് ഒരു സ്ട്രാറ്റജിയുമില്ല, ഒരു എക്സിറ്റ് സ്ട്രാറ്റജിയുമില്ല, ഒരു പ്ലാനുമില്ല. ഇതെങ്ങനെ അവസാനിപ്പിക്കും, എവിടേക്ക് പോകും എന്നത് സംബന്ധിച്ച് തുടങ്ങിയ ആളുകൾക്ക് യാതൊരു നിശ്ചയമില്ലാത്തതാണ് ഈ യുദ്ധം എന്ന് ആ അമേരിക്കയുടെ സംവിധാനങ്ങളുടെ ഭാഗമായിരുന്ന ഒരാളാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം റിപ്പീറ്റഡ്ലി ടോൾഡ് എന്ന് പറയുന്നത് പല ആളുകളോടും സംസാരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് അകത്തും പുറത്തുള്ള പല ആളുകളോടും സംസാരിച്ചപ്പോൾ ഇറാൻ്റെ ശേഷിയെക്കുറിച്ചുള്ള ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഈ ട്രംപിനും ഉണ്ടായിരുന്നില്ല, ഇയാൾ ഉപദേശിക്കുന്ന ആളുകൾക്കുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നെതന്യാഹുവിന് അത് ഉണ്ടാവാൻ സാധ്യത, നെതന്യാഹു ഇവരെ വലിച്ച് ഉള്ളിലേക്ക് ഇട്ടതാണ് എന്നൊരു തോന്നൽ ഇപ്പോൾ പൊതുവിൽ രാഷ്ട്രീയ രംഗത്താകെയുണ്ട്. അത് ഹർഷൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് ലോകത്തെ പല രാജ്യങ്ങളും, സാധാരണത്തിൽ ഇവരോട് ചേർന്ന് നിൽക്കുന്ന പല രാജ്യങ്ങളും ആ പരിപാടിക്ക് തയ്യാറായിട്ടില്ല എന്ന് കാണുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് പിടിച്ചു നിർത്താൻ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഇത് എപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടണം എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയില്ലാതെ യുദ്ധം പോലൊരു ഒരു അപകടാവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകത്തിനാകപ്പാടെ ഉണ്ടാകാവുന്ന എല്ലാം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുകയാണ് ഈ നിരീക്ഷകരെല്ലാം എന്നാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, യുക്രൈൻ വാറും ഗാസ വാറും നമുക്ക് ദൂരെ നിന്ന് കാണാവുന്ന സങ്കടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ വലിയ യുദ്ധങ്ങളായിരുന്നു. പക്ഷേ നമ്മളെ നേർക്കുനേർ വല്ലാതെ ബാധിക്കുക എന്നത് അതിലേക്ക് വന്നിരുന്നില്ല. ബാധിച്ചില്ല എന്നല്ല, പക്ഷേ വല്ലാതെ ബാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി. നമ്മൾ 10 ലക്ഷം അല്ല, എത്ര ഇന്ത്യക്കാരുണ്ട്, അതായത് ഒരു 90 ലക്ഷത്തിനടുത്ത് ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളിലാകെയുണ്ട്. അതിൽ തന്നെ ഹർഷ 30 ലക്ഷത്തോളം പേര് മലയാളികളാണ്. 30 ലക്ഷത്തോളം പേര്. നമ്മളിത് ഇന്നലെയും പറഞ്ഞു. അതായത് കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം എന്നൊക്കെ പറയുന്നത് പോലെ പരിചിതമായ സ്ഥലനാമങ്ങളാണ് നമുക്ക് ഈ ഷാർജ, ഒമാൻ, ഖത്തർ എന്നൊക്കെ പറയുന്നത്. അവിടങ്ങളിലൊക്കെ നമ്മുടെ ആളുകളുണ്ട്. ഇപ്പോൾ അവിടെയുള്ള ആളുകൾ ഞങ്ങൾ അത്ര ടെൻഷനിലല്ല, ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നത് വസ്തുതാപരമാണ്. അവരെ ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ടുള്ളൊരു യുദ്ധ സാഹചര്യത്തിലല്ല. പക്ഷേ നമ്മൾ ആശങ്കപ്പെടാനുള്ള കാരണങ്ങളുണ്ട്. വളരെ ദൂരെ നിന്ന് നോക്കുമ്പോൾ അവരടുത്ത് നിന്ന് നമ്മളൊരു സംഗതിയെ കാണുന്ന പോലെയല്ല, നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആശങ്ക കൂടും. നമ്മൾ ഇവിടുന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മളിതിനെ ദൂരെ നിന്ന് കാണുകയാണ്. അവരടുത്ത് നിന്ന് കാണുമ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളില്ല എന്ന് അവർ പറയുന്നത് തന്നെയായിരിക്കും ശരിയെന്ന് ഇരിക്കെ. പക്ഷേ ഇതിനിടയ്ക്ക് നടക്കുന്നൊരു കാര്യം, മറ്റൊരു കാര്യം ഹർഷ, ഈ യുദ്ധം തുടങ്ങിയപ്പോൾ, ഇറാനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേൽ ഗാസയിലേക്കുള്ള എല്ലാ വഴികളും അടച്ചു.
അതായത് അവിടെ 60% സ്ഥലം ഇവർ ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ എന്താണ് 2 കൊല്ലത്തെ യുദ്ധം നടന്നു. അവിടെ നരകസമാനമാണ് ജീവിതമെന്ന് നമുക്കറിയാത്തതല്ല. പക്ഷേ യുദ്ധം നടത്തിയ ഈ യുദ്ധഭ്രാന്തന്മാരിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്ന മനസാക്ഷിയുള്ള മനുഷ്യരുടെ ഒരു കൂട്ടം അവിടെ ഇപ്പോൾ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജീവിച്ചിരിക്കുന്ന കുട്ടികൾ മരിക്കുന്നു എന്ന പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന സങ്കടകരമായിട്ട് ജീവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ മറ്റ് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ വേൾഡ് കിച്ചണൊക്കെ അങ്ങനെ ഒരു ഓർഗനൈസേഷനൊക്കെ അവിടെ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ സകലമാന അതിർത്തി അടച്ചു കിടക്കും. ഇപ്പോൾ പഴയതുപോലെയല്ല, 60% ഭൂമി ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ഈ ഇസ്രായേലാണ്. അവർ യുദ്ധത്തിലേക്ക് ശ്രദ്ധ മാറ്റിയപ്പോൾ സകല വഴി അടച്ചത്രേ. അതും ഗാർഡിയനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ വഴി അടച്ചിട്ട് ഒരാഴ്ചത്തേക്ക് കഷ്ടി ഉള്ള ഭക്ഷണ സാധനങ്ങളെ ഇവിടെയുള്ളൂ, മുഴുവൻ അടച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നിട്ട് അവിടെ വീണ്ടും ഒരു ഫെമൈൻ ഈ ക്ഷാമകാലം കടന്നതേ ഉള്ളൂ. ക്ഷാമകാലം തന്നെയാണത്. ഇന്ന് അവിടുത്തെ ഒരു കണക്ക് ഞാൻ കണ്ടത് 25 കിലോ ഗോതമ്പിന് ഇന്ത്യൻ രൂപ കണക്കിൽ അവിടെ ഇപ്പോൾ 3000 രൂപയോളം വരും അത്രേ. അത് കിട്ടാനില്ല. ഇന്ത്യൻ രൂപ കണക്കിൽ 25 കിലോ ഗോതമ്പിന് 3000 രൂപയോളം വില വരും അവിടെ. അവരുടെ ഷെക്കൽ എന്ന് പറയുന്ന അവരുടെ നാണയവുമായിട്ട് വെച്ചിട്ട് ആകെ 600-700 രൂപയാണ് നമ്മുടെ നാട്ടിൽ 25 കിലോ ഗോതമ്പിന് കിട്ടുന്നതെങ്കിൽ, അല്ല ഗോതമ്പിന് കൊടുക്കേണ്ടതെങ്കിൽ അവിടെ 3000 രൂപയോളം കൊടുക്കണം എന്ന് പറയുന്ന അങ്ങേറ്റം നരകസമാനമായ സാഹചര്യമാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇവരുടേതായുള്ളൊരു യുദ്ധം അപ്പുറത്ത് നടത്തുമ്പോൾ ഇവർ ആ വഴി അടച്ചിരിക്കുകയാണ്. ഇതുപോലെ മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരു രാജ്യവും അതിൻ്റെ ഭരണകൂടവും ഇങ്ങനെയൊരു ഭരണത്തലപ്പത്തുള്ള മനുഷ്യരും എനിക്ക് തോന്നുന്നു സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ലോകത്തിൻ്റെ ചരിത്രത്തൊക്കെ വലിയ തരത്തിലുള്ള യുദ്ധങ്ങളും മറ്റോ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവർ ഇത്രമാത്രം വലിയൊരു ദുഷ്ടക്കൂട്ടം ഈ ലോകത്തെ മനുഷ്യരെ ആകപ്പാടെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബുദ്ധിമുട്ട് നമ്മളെ കൂടെ ബാധിക്കുമോ എന്ന വലിയ ആശങ്കയിലാണ് നമ്മൾ. ഇന്ത്യ ഇതേക്കുറിച്ചൊരു നന്നായിട്ടാണോ പ്രതികരിക്കുന്നത് എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനുള്ള രാഷ്ട്രീയ സന്ദർഭം ഇതാണോ എന്ന സംശയം എനിക്കുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ പിന്നെ വിമർശനമുണ്ട് അവിടെ. അതായത് ഒരു രാഷ്ട്രത്തലവനെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്തിട്ട് അക്കാര്യത്തിലൊരു ഒരു അപലപിക്കൽ പോലും നടത്താത്ത എന്താണ് നമ്മുടെ രാഷ്ട്രത്തലവൻ എന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കുന്നത് ന്യായമായിട്ട് ഞാൻ കാണുന്നു. പക്ഷെ അത് ഉന്നയിക്കേണ്ടുന്ന സമയം ഇതാണോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ലാത്തതുകൊണ്ട് അതേക്കാൾ വലിയ പ്രശ്നം ഇത് പറഞ്ഞതൊക്കെയാണല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ആക്രമണം ഇസ്രായേൽ തുടങ്ങി വെച്ചതാണ്, അല്ല ഞങ്ങളും ആ കൂടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ അമേരിക്ക ആ ഘട്ടത്തിൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ തുടങ്ങി വെച്ച ആക്രമണം ഇസ്രായേൽ അമേരിക്കയെ വലിച്ചു യുദ്ധത്തിലിട്ടതാണെങ്കിലും അല്ലെങ്കിലും ആ യുദ്ധത്തിന് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളിലുള്ള പിന്തുണ എന്ന് പറയുന്നത് 20% മാത്രമാണ്. 20% ജനങ്ങൾ സാധാരണ അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ അതല്ല അവിടുത്തെ അവസ്ഥ. ഇറാഖിനെതിരായ വാറുണ്ടാകുന്നു. ഇറാഖിനെ ആക്രമിക്കുന്ന തീരുമാനം ഉണ്ടാകുമ്പോഴേക്ക് ഇറാഖിനെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചേ മതിയാകൂ എന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാനായിട്ട് അവിടെ കഴിഞ്ഞിരുന്നു. അതും കഴിഞ്ഞത് ആർക്കാണ്? അത് ഈ നെതന്യാഹുവിനാണ് കഴിഞ്ഞത്. അല്ലെങ്കിൽ നെതന്യാഹു അടക്കമുള്ളവർ എത്രയോ വർഷം 10-30 വർഷം ഇരുന്ന് എഴുതി അമേരിക്കക്കാരിൽ ഉണ്ടാക്കിയ ഒരു ബോധത്തിൻ്റെ ബാക്കിയാണ് ശരി ഇറാഖിനെ ആക്രമിച്ചേക്കാം എന്നുള്ളത്. കാരണം അവിടെ വലിയ ആയുധങ്ങളുടെ വലിയ ശേഖരമുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ, രാസായുധങ്ങളുടെ ശേഖരമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആക്രമിക്കുന്നത്. ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും കിട്ടിയില്ല. പക്ഷേ ഈ ലോകം അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നുള്ളതാണ് സനീഷ അതിൻ്റെ പ്രശ്നം. കാരണം അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അവിടുത്തെ ഭരണാധിപനെ കൊന്നു, അവിടുത്തെ ജനങ്ങളെ പട്ടിണിയിലാക്കി, ആ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കി, അവിടെ അസ്ഥിരമായ ഒരു ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെയാണോ ഈ ലോകത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? എത്ര തലമുറയാണ്? ഇനിയിപ്പോൾ 10 തലമുറ കഴിഞ്ഞാലേ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ പഴയ നിലയ്ക്കാവൂ എന്ന് ആണ് പറയുന്നത് ഇറാഖിനെ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഇറാഖിനെ കൊണ്ട് തള്ളിയിട്ടിട്ട് ആരെന്ത് ചോദ്യം ചെയ്തു എന്നാണ്. ഈ ലോകത്ത് പല സംവിധാനങ്ങളും നമുക്കിവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ UN ഉണ്ട്. അതിനെല്ലാം ദുർബലപ്പെടുത്തിയത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തന്നെയാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇങ്ങനെയുള്ള രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇതിനെയെല്ലാം ഈ ലോകത്തെ ഒരു സന്തുലിതമായ അവസ്ഥയിൽ കൊണ്ടുപോകാൻ വേണ്ടി സ്ഥാപിച്ച എല്ലാ സംവിധാനങ്ങളെയും ഇവർ തന്നെ തകർത്തു. അതിനുശേഷമാണ് ഈ തരത്തിൽ അതിനെല്ലാം നോക്കുകുത്തികളാക്കി ഇവർ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പാവ ഭരണകൂടം എന്നൊക്കെ പറയുന്നത് പോലെ പാവകളാക്കി ഈ സംവിധാനങ്ങളെ മുഴുവൻ നിർത്തിക്കൊണ്ട് ഇവർക്ക് തോന്നിവാസം ചെയ്യാനുള്ള ഒരു സാഹചര്യം എല്ലാ അവസരത്തിലും ഉണ്ടായി. പിന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ ഒരു പൊതു പ്രശ്നം എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ വളരെ കാലം ഭരിച്ചവരാണല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു മേധാവിത്വം ഉറപ്പിച്ച് കിട്ടുന്നതിനും അതല്ലെങ്കിൽ ഞാനും ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ അതായത് ഞാനും മുതലേമാവനും കൂടെ എന്ന മട്ടിൽ അമേരിക്ക ചെയ്യുന്ന സകല തോന്നിവാസങ്ങൾക്കും ഇവർ കൂട്ടുനിന്നു. ഇപ്പോൾ കുറച്ച് പഠിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് അവരുടെ സമീപനത്തിൽ കുറേ മാറ്റമുണ്ട് എന്ന് നമ്മളിപ്പോൾ കരുതാം. കാരണം കുറച്ച് ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വേണ്ടതാണോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഈ 59% അമേരിക്കക്കാരും ഇപ്പോഴത്തെ ആക്രമണത്തെ അനുകൂലിക്കുന്നില്ല, അതിനെ എതിർക്കുകയാണ്. 59% പേര് എതിർക്കുകയാണ്. അതായത്
വളരെ പിന്തുണ കുറച്ചെങ്കിലും ഉള്ളത് റിപ്പബ്ലിക്കന്മാർക്കിടയിൽ ട്രംപിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ മാത്രമാണ്. അല്ലാതെ ഒരാളും അവിടെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. 80% ആളുകളും അമേരിക്കയിൽ കരുതുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ ഈ യുദ്ധം ഉണ്ടായിരിക്കുന്നത് എപ്സ്റ്റൈൻ ഫയൽസുമായി ബന്ധപ്പെട്ട് അതിനെ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആക്രമണം. അതായത് ഈ യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന 20%-ത്തിനപ്പുറത്ത് അഭിപ്രായമില്ലാത്ത ആളുകൾ പോലും ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നുണ്ട്. എന്താണ് ഇത്? എപ്സ്റ്റൈൻ ഫയൽസിൽ ട്രംപ് കുടുങ്ങിയിരിക്കുന്നു. ആ ട്രംപ് കുടുങ്ങിയ സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ് ഈ നടക്കുന്നത്, ഒരാക്രമണമാണിത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് 80% അമേരിക്കയിൽ. അപ്പോൾ ഇതാണ് അവിടുത്തെ സാഹചര്യം. അപ്പോൾ ഇതിൽ തന്നെ ഇനിയിപ്പോൾ ഇതാണോ വേണ്ടത്? ഇനി എന്താണ് ചെയ്യേണ്ടത്? അടിയന്തരമായി നയതന്ത്ര ശ്രമങ്ങൾ നടത്തി പ്രശ്നം പരിഹരിക്കണമെന്ന് 42% ആളുകൾ അവിടെ ആവശ്യപ്പെടുകയാണ്. ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. യുദ്ധ സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ അമേരിക്കയിലൊക്കെ രീതി അവിടെ എത്ര ശതമാനം ഉണ്ടെന്ന് നിരന്തരം സർവേകൾ നടന്നുകൊണ്ടിരിക്കും. അതിലിങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ തിരിച്ചടി ഉണ്ടാവുകയാണ്, കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൽ വരുന്ന പ്രതികരണങ്ങളെന്നൊന്നും നമുക്കിപ്പോൾ തൽക്കാലം കാണാൻ കഴിയില്ല. അതേസമയം ഇതിൽ ലോകരാജ്യങ്ങളുടെ ഒരു സമീപനം എന്താണെന്ന് നോക്കുക. കാനഡയും ഓസ്ട്രേലിയയും ഉക്രൈനുമാണ് ഇതിൽ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. പക്ഷേ മറ്റാരും, അതായത് ബാക്കി ഇറാൻ ഈ ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണത്തെക്കുറിച്ചൊക്കെയുള്ള വിമർശനം നടത്തുന്നുണ്ട്. ബാക്കി ആരും, അതായത് ശക്തമായി കൂടെ നിന്നിരുന്ന ആരും ആ സമീപനവുമായി മുന്നോട്ട് വരുന്നില്ല. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനോ യൂറോപ്യൻ യൂണിയനിലെ അംഗരാഷ്ട്രങ്ങളോ ആ നിലയ്ക്ക് ഒരു സമീപനമായി വരുന്നില്ല. ഇനി UK ആവട്ടെ, അതിന് പുറത്ത് നിൽക്കുന്ന UK ആണെങ്കിലും ഈ കാര്യത്തിൽ അമേരിക്കയോട് മുഖം തിരിച്ച സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതിന് ട്രംപ് വല്ലാതെ പിണങ്ങി നിൽക്കുകയാണ്. കാരണം സാധാരണ എന്ത് തോന്നിയാസത്തിനും കൂട്ടുനിന്നിരുന്നതാണ് UK. ഇത്തവണ അതിന് കൂടെ നിൽക്കാൻ തയ്യാറല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പല യുദ്ധങ്ങളിലേക്കും കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിൽ ഈ വ്യാജമായ പ്രചാരണങ്ങളും മാധ്യമങ്ങളുടെ ഒരു പിന്തുണയും ഒക്കെ ഏത് തലത്തിലാണ് പ്രവർത്തിച്ചതെന്നുള്ളത് ആ പഴയ കാലത്തെ യുദ്ധങ്ങളിലേക്ക്, ഇപ്പോൾ കുവൈറ്റിലെ സംഘർഷമായാലും ഇറാഖ് അധിനിവേശമായാലും ഇതെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ അന്നത്തെ ഈ UK ഭരണകൂടവും അന്നത്തെ പ്രധാനമന്ത്രിയും അടക്കം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് എങ്ങനെയാണ് പണിയെടുത്തത് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആ തെളിവുകൾ നമ്മൾ നിരീക്ഷിക്കുമ്പോഴും ഒക്കെയാണ് എത്തരത്തിലുള്ള ഒരു വലിയ പ്രൊപ്പഗാൻഡയുടെ ഒരു പണിയാണ് അവിടെ സമാന്തരമായി നടന്നിരുന്നത് എന്നുള്ളത് ഓർക്കണം. അതിൽ മാധ്യമ ഭീമന്മാരും അതിൽ പങ്കാളികളായിരുന്നു എന്നുള്ളത് ഓർക്കണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നത്. കാരണം ഈ ആക്രമണത്തെ ന്യായീകരിക്കാനൊന്നുമില്ല. ഇപ്പോൾ അമേരിക്കയുടെ അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ കാര്യങ്ങളെ വിശദീകരിക്കാൻ കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടില്ലേ. കാരണം യുക്തിക്ക് നിരക്കുന്ന ഒരു കാരണം പോലുമല്ല വിശദീകരിക്കുന്നത്. അതായത് എങ്ങാനും ഇസ്രയേൽ ഇറാനെ ആക്രമിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കയെ ആക്രമിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ആക്രമിക്കും എന്നുള്ളത് കൊണ്ട് ഞങ്ങളങ്ങ് കയറി ആക്രമിച്ചതാണ്. എന്ത് വിചിത്രമായ ന്യായമാണ് അതൊക്കെ, എന്ത് വിചിത്രമായ ന്യായമാണ്. അപ്പോൾ എന്നിട്ട് എന്താണ്, ആക്രമിക്കാതിരുന്നില്ലേ? എല്ലായിടത്തും ആക്രമണം നടക്കുന്നുണ്ടല്ലോ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ ആയുധ ശേഖരത്തെക്കുറിച്ച് ഒരു ധാരണയും ഇവർക്കാർക്കും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ 12 ദിവസത്തെ സംഘർഷം ഉണ്ടായപ്പോഴും ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെ വീഴുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഒരു ജീവൻ, ആ ജീവന് വില കൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമല്ലേ. ഇപ്പോൾ നെതന്യാഹു കഴിഞ്ഞ ദിവസം അവിടെ ഒരു അതൊക്കെ എല്ലാം പ്രൊപ്പഗാൻഡയുടെ ഭാഗം തന്നെയാണ്. അവിടെ ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ഒരു പ്രദേശത്ത് വന്നിരുന്നിട്ട് അവിടെ വന്ന് നിന്നിട്ട് പ്രസംഗിക്കുകയാണ്. കണ്ടോ, ഇത് സിവിലിയന്മാരെ ഇവർ കണ്ടില്ലേ ഇറാനിൽ നിന്ന് ആക്രമിച്ചത്. നമ്മൾ പക്ഷേ അങ്ങനെയല്ല, നമ്മളവിടെ ആക്രമിക്കുന്നത് അല്ലാത്ത അവരുടെ സൈനിക കേന്ദ്രങ്ങളിലാണ്. ഇവർ കണ്ടില്ലേ, ഇവർ ഭീകരവാദികളാണ്, ഇവർ സിവിലിയന്മാരെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകെ അവിടെ പുറത്തു വന്നിരിക്കുന്ന 10 മരണമാണ്. ഈ ഇസ്രായേലിൽ നിന്ന് ആകെ പുറത്തു വന്നിരിക്കുന്ന 10 മരണമാണ്. അവിടെ 160 പിള്ളേരെ, കൊച്ചു കുരുന്നുകളെ, പെൺകുട്ടികളെ ആദ്യത്തെ ബോംബിട്ട് കൊന്നതിന് ശേഷമാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ലോകം ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഇയാൾ പറയുന്നത് വിശ്വസിക്കാൻ കുറേ വിഡ്ഢികൾ ഇവിടെ കേരളത്തിൽ നിന്ന് മലയാളത്തിലും അയാൾക്ക് പിന്തുണ എഴുതി കൊടുക്കുന്ന പമ്പര വിഡ്ഢികൾ ഇവിടെ ഇരിക്കുകയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കുക തന്നീഷ്, എന്താ അവസ്ഥ. 160 കുട്ടികളുടെ കുഴിമാടം ഇപ്പോൾ നമ്മൾ കണ്ടു. നമ്മളിവിടെ എത്ര പേര് ഇല്ല, അതിനൊരു തെളിവുമില്ല. ഇങ്ങനെ കുട്ടികളെ മറയാക്കുന്നതാണ്. ഒന്നുമല്ല, ഒരു സ്കൂളിനാണ് ഈ ബോംബിട്ടത്. ആ സ്കൂളിന് ബോംബിട്ട് ആ കുട്ടികളെയാണ് ഇന്നിപ്പോൾ അടക്കം ചെയ്യുന്നത് നമ്മൾ കണ്ടത്. കണ്ടുകൊണ്ട് കണ്ട് വിശ്വസിച്ചല്ലോ ആളുകൾ. അപ്പോൾ ഇതാണ് സമീപനം ഈ കാര്യത്തിൽ. ട്രംപ് ഈ ഭീകരവാദികളെന്ന് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ഭീകരവാദികൾ എന്ന മട്ടിലോ എന്ത് തോന്നിയമാസവും പറയാവുന്ന ഒരു ഭരണാധികാരി. ഏത് രാജ്യത്തെക്കുറിച്ചാണ് മര്യാദയ്ക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുള്ളത്? എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും തോന്നിയാസം പറയും. ആകെ നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ ആ കിം ജോങ്ങിൻ്റെ അടുത്ത് പോയി മാത്രമാണ് മര്യാദയ്ക്ക് നിന്നതും കെട്ടിപ്പിടിച്ചതും മര്യാദയ്ക്ക് പെരുമാറിയതും. അപ്പോൾ അതിനകത്ത് അതാണ് കിം ജോങ്ങിൻ്റെ കയ്യിലുള്ള പേടിയുണ്ട്. അതാണ് അവസ്ഥ. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഇതിനകത്ത്.
ഈ ഗൾഫ് രാജ്യങ്ങളുണ്ടല്ലോ, സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഇറാൻ്റെ ആക്രമണം. പക്ഷേ അവരുടെ പ്രതികരണം എങ്ങനെയാണ്? അവർ ചാടിക്കേറി എന്നാൽ അമേരിക്കയ്ക്കൊപ്പം വാരിയെടുത്ത് അലക്കിയേക്കാം എന്നുള്ള തീരുമാനവും സമീപനമൊന്നും അല്ല. അവർ അവധാനതയോടെയാണ് ഒരു സംഘർഷ സാഹചര്യത്തെ എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി നേരിടേണ്ടത് എന്നുള്ളത് അവർ കാണിച്ചു തരികയാണ്. അവർ കുറച്ച് ബുദ്ധിപരമായിട്ടാണ് അവർ ഈ കാര്യങ്ങളെ കാണുന്നത്. കാരണം ഇവരെല്ലാം ടൂളാവുകയാണെന്ന് അവനവനെങ്കിലും ഒരു തോന്നലുണ്ടാവില്ലേ? നമ്മൾ വെറുതെ നിൽക്കുന്ന നമ്മൾ ഇതിനകത്ത് ആയുധമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലെബനനെ കയറി ആക്രമിച്ചിട്ടുണ്ടല്ലോ ഇസ്രായേൽ. എന്താണ് കാര്യം? ലെബനൻ്റെ ഭൂമി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഇസ്രായേൽ കഴിയുന്നത്. അതുകൊണ്ടാണ് ലെബനൻ ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ലെബനനെ കൂടി ഡീസ്റ്റെബിലൈസ് ചെയ്ത് അതുകൂടി കയ്യിൽ ഒപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ. ആ ഇസ്രായേൽ എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായി പറയാനും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇസ്രായേലിൽ തന്നെ ഇതിനോട് എതിർപ്പുള്ള വലിയ വിഭാഗമുണ്ട്. ഈ നെതന്യാഹുവിനെ പോലെ ഒരു മനോരോഗി അവിടുത്തെ ഭരണാധികാരിയായപ്പോഴാണ് ഈ നിലയ്ക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഈ സൗദിയായിട്ട് 2023 ചൈന ഒരു ചർച്ച നടത്തി. ഈ പ്രശ്നങ്ങളൊക്കെ സൗദിയും ഇറാനും തമ്മിലുള്ള സംഘർഷം പരമാവധി ലഘൂകരിച്ചു. ഈ ഇവിടെ മക്കയിൽ പോകാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ അവിടെയുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരണയിലെത്തി. മാത്രമല്ല, അതുകൊണ്ടുള്ള വളർച്ച എന്താണെന്നറിയോ? 2023 ചർച്ച. 2025 ആകുമ്പോഴേക്ക് ഇറാനിൽ നിന്ന് സൗദിയിലേക്കുള്ള കയറ്റുമതി 99 ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചത്. 99 ഇരട്ടിയായിട്ട്. അപ്പോൾ അത്രയ്ക്ക് വേഗത്തിലുള്ള ഒരു, അതായത് അത്രയൊക്കെ ഉള്ള അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതും പരസ്പരം സഹകരിച്ച് നിൽക്കാവുന്നതുമായ ഒരു ഒരവസ്ഥയോടെയുണ്ട്. ആ നിലയ്ക്ക് പരിഹരിക്കപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ ഇറാൻ സൗദിയിലേക്ക് ഡ്രോൺ അയച്ച് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ആരാണ് ഉത്തരവാദി? ഈ നെതന്യാഹുവും ട്രംപും അല്ലാതെ വേറെ ആരെങ്കിലും ആണോ? അപ്പോൾ ഇതിനെ എങ്ങനെയാണ് അപലപിക്കേണ്ടതെന്നറിയില്ല. പക്ഷേ അപലപിക്കേണ്ടവരപലപിക്കുന്നുണ്ടോ എന്നുള്ള പ്രശ്നം ഇവിടെയുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രാജ്യം ഇതിനെ അപലപിക്കേണ്ടതാണ്. ഈ 160 കുട്ടികൾ കൊല്ലപ്പെട്ടപ്പോൾ അതിനെ അപലപിക്കേണ്ട ആളാണ് പ്രധാനമന്ത്രി. അപ്പം നമ്മൾക്ക് പ്രശ്നം നിലപാടെടുക്കേണ്ടിടത്ത് നിലപാടെടുക്കണം. അല്ലാതെ നമ്മൾ ചേരിചേരാ നയമാണുള്ളത്, അതുകൊണ്ട് നമ്മൾ മിണ്ടില്ല, അങ്ങനെ ഒരു പരിപാടിയുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. അതാണ്. അപ്പൊ ഈ ഒരു വാതർന്ന് കാര്യം പറയണ്ടേ? ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചർച്ച കണ്ടു, മറ്റേ സുകുമാരൻ നായർ പറയുന്നത് പോലെ എന്ന് ഉദാഹരിക്കുന്നത് കണ്ടു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെ എന്ന് ഉദാഹരിക്കാം. കാരണം ഈ VDJs ഉണ്ടാക്കിയ കാലത്ത് അദ്ദേഹം പറഞ്ഞല്ലോ, എന്താണ് നിലപാടില്ലായ്മയാണ്. അതായത് നിലപാടില്ലായ്മ എന്തിന് അവസരവാദപരമാണ് നിലപാടെന്ന്. ഇതേതാണ്ടൊരു അവസരവാദപരമായ സമീപനം നമ്മൾ കാണിക്കുന്നു എന്നുള്ളത് സങ്കടകരമാണ്. പിന്നെ ഇതെല്ലാം ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പം എല്ലാ ഇസ്രായേലുകാരെയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ, എല്ലാ അമേരിക്കക്കാരെയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. ഭരണാധികാരികൾ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ് പ്രശ്നം. സയനിസ്റ്റ് ഭീകരതയ്ക്കൊപ്പം ഡൊണാൾഡ് ട്രംപ് എന്ന മൂന്നാംകിട ബിസിനസ്സുകാരൻ്റെ ഒറ്റ ബുദ്ധി നയമാണ് ലോകം ഇന്ന് അനുഭവിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇറാനിലേക്ക് നടത്തിയ കടന്നുകയറ്റം അടക്കം ട്രംപ് അധികാരമേറ്റ അന്ന് മുതൽ നടത്തിയ നീക്കങ്ങളെല്ലാം വിപണിയെ കൂടി ലക്ഷ്യമിട്ടുള്ളതാണ്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർത്തുക എന്നതാണ് പുതിയ ആക്രമണങ്ങളിൽ ട്രംപ് ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. അതിനുവേണ്ടിയാണ് 2 മാസം മുമ്പ് വെനിസ്വേലയിലേക്ക് കടന്നു കയറി അവിടുത്തെ എണ്ണ വ്യാപാരം അടക്കം കൈയടക്കിയത്. ഇതൊരു വിലയിരുത്തലാണ് കേട്ടോ. മറ്റൊന്നുണ്ട്, ഞങ്ങളെ അംഗീകരിക്കാത്തവരെ എല്ലാവരെയും ഈ മട്ടിൽ കൈയടക്കി വയ്ക്കുക എന്നുള്ളത്. കാരണം എണ്ണയൊക്കെ അത്യാവശ്യം ആവശ്യത്തിനുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്നുള്ളത് വാസ്തവമാണ്. അതായത് പിടിച്ചെടുക്കുന്ന എണ്ണ വിൽക്കാൻ വിപണി ഒരുക്കുക എന്നുള്ള ബിസിനസ് ഈ സമയത്തുണ്ടാവും. ആ ബിസിനസ് ബുദ്ധി ഉണ്ടാവും. ഇറാനെ കൂടി തങ്ങളുടെ വരുതിയിൽ നിർത്തുക അല്ലെങ്കിൽ തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് സമ്പൂർണ്ണമായി കൊണ്ടുവരിക എന്നുള്ള ആലോചനയുണ്ടാകാം. ലോകത്തെ എണ്ണ വിപണിയുടെ സിംഹഭാഗവും അങ്ങനെ പൂർണ്ണമായി കൈയടക്കി വയ്ക്കുക, എല്ലാം ആ ചൊൽപ്പടിയിൽ നിർത്തുക, അങ്ങനെ ലോകത്തെ നിയന്ത്രിക്കുക. ഇതാണ് ട്രംപിൻ്റെ ബിസിനസ് തന്ത്രം. പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് കണ്ടറിയണം. കാരണം 4 ദിവസമായി തുടരുന്ന സംഘർഷം എന്നാണ്, 4 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്ന സംഘർഷം എന്നാണ് ഇതേക്കുറിച്ച് ആദ്യം വീമ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ 4 ആഴ്ചയായിട്ടുണ്ട്. അത് 4 മാസമാകുമോ 4 വർഷമാകുമോ, ഇനി എത്ര കാലത്തേക്ക് അത് നീണ്ടു നിൽക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇക്കാര്യത്തിൽ ഇന്ത്യക്കും ആശങ്കയുണ്ട്. ഇന്ത്യക്ക് ആവശ്യമുള്ള എണ്ണയുടെ 88% ഇറക്കുമതി ചെയ്യുന്നതാണ്. ഈ ഇറക്കുമതിയുടെ 50% ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അതുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് ഇന്ത്യയെ മോശമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി റഷ്യയിൽ നിന്ന് എണ്ണ എത്തിക്കാമെന്നാണ് നമ്മുടെ കണക്കുകൂട്ടിലെങ്കിലും അവിടെയും ഇന്ത്യക്ക് ഇനി കടമ്പകൾ ഏറെയുണ്ട്. അമേരിക്കയെ പിണക്കിക്കൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യ എത്രത്തോളം തയ്യാറാകും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി ഇന്ത്യ റഷ്യയിലേക്ക് നീങ്ങിയാൽ ട്രംപ് എന്ത് നിലപാടെടുക്കും എന്നതും പ്രധാനമാണ്. പക്ഷേ ട്രംപിനെ കാത്തു നിൽക്കേണ്ടതുണ്ടോ എന്നതാണ് രാജ്യം ആലോചിക്കേണ്ടത്. US-ഉമായി കരാറുണ്ടാക്കാൻ പോയ ഇന്ത്യക്ക് ഇനി പഴയ ഇളവുകൾ നൽകാൻ റഷ്യ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. പക്ഷേ റഷ്യ അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ചായിരിക്കും ആ എണ്ണ കച്ചവടം നടത്തുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്രയുമെങ്കിലും ആശ്വസിക്കാം.